സംബന്ധമായൊരു തർക്കം ഇവിടെ വന്നു. ഇതിൻ്റെ അടുത്ത മഹലിലുള്ള പാറക്കടവ്. അപ്പോൾ ഇവിടുത്തെ മത്തത്ത് അബ്ദുള്ള മൗലവിയും അന്ന് വേറെ ഒന്ന് രണ്ടാളെൻ്റെ കൂടെ തലാഖിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന തലാഖ് പോകൂല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു ഫത്വ എഴുതി കൊണ്ടുവന്നു. അപ്പോൾ ഞാനത് നോക്കിയിട്ട് മുമ്പ് തലാഖ് പോകും എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പണ്ഡിതനെ സമീപിച്ചിട്ട് നിങ്ങൾ പോകില്ല എന്നാണെങ്കിൽ എനിക്ക് വിരോധമല്ല. അന്ന് രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ 1 മണിക്ക് ഷെയ്ഖുനാനെ സ്വപ്നം കണ്ടു. നല്ല ഭംഗിയിലും വെള്ള വസ്ത്രം ധരിച്ച് ഒരു കസാലിട്ടിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ വന്നിരുന്നപ്പോൾ ഞാൻ ഷെയ്ഖുനാനോട് ചോദിച്ചു, ഇങ്ങനെ തലാഖിൻ്റെ ഒരു വിഷയമുണ്ട്, അതിൻ്റെ മസ്അല എങ്ങനെയാണ്, തലാഖ് പോവോ പോലെ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഷെയ്ഖുന പറഞ്ഞ് ഇആനത്തു താലിബീൻ എടുത്തു നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ബാപ്പിയും കൂടി എന്ത് ചെയ്തു, ഈ മസ്അല ഇആനത്തു താലിബീൻ എടുത്തു നോക്കിയപ്പോൾ തലാഖ് പോകും എന്നതാണ് അതിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടാക്കും മനസ്സിലായിരിക്കുന്നത്. അതുപോലെ വേറൊരു സംഭവത്തിൽ ഒരു സംശയം വന്നപ്പോൾ അത് ഫത്ഹുൽ ബാരി എടുത്തു നോക്ക് എന്ന് പറഞ്ഞു. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും നമുക്ക് ആവശ്യമായ വിഷയത്തെ സംബന്ധിച്ച് ഷെയ്ഖുന കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണാറുണ്ട്. വഹാബികളുടെ നേതാക്കന്മാരുടെ നാടായ കടവത്തൂരിൽ ശൈഖുന നടത്തിയ ധീരമായ പ്രഭാഷണത്തെക്കുറിച്ച് എം അബ്ദുള്ള മൗലവി ഓർക്കുകയുണ്ടായി. പൊയിലൂരുമായി ശൈഖുനായുടെ ബന്ധവും ശൈഖുനായുടെ സാന്നിധ്യവും നേതൃത്വവും തങ്ങൾക്കേകിയ ദീനീ ചൈതന്യവും പ്രദേശത്തുകാരായ TP അബൂബക്കർ ഹാജിയും MS മൗലവിയും അനുസ്മരിച്ചു. ഈ വീട് ശൈഖുനായുടെ ഓർമ്മകൾ താലോലിക്കുന്ന വീടാണ്. TP അബൂബക്കർ ഹാജിയുടെ വീടാണിത്. അദ്ദേഹത്തിന്റെ ഭാര്യ ആമിന ഹജ്ജുമ്മ ഹസൻ ഉസ്താദിനെ സ്നേഹിക്കുന്ന മഹതിയാണ്. വർഷം തോറും ഉസ്താദിന്റെ ആണ്ട് മുടങ്ങാതെ ഇവിടെ കഴിച്ചുവരുന്നു. ഇതുപോലെ ആ മഹാഗുരുവിനെ ഓർക്കുന്ന പണ്ഡിത സ്നേഹികൾ എത്രയാണ്! ശിഷ്യഗണങ്ങളിൽ മാത്രമല്ല, അനുയായികളിലും ശൈഖുനായുടെ സാന്നിധ്യം അപാരമാണ്. അറിവ് പകരുക എന്നത് ഒരു പണ്ഡിതനെ സംബന്ധിച്ച് സുപ്രധാന കർമ്മമേഖലയാണ്. ആ രംഗത്ത് ശൈഖുന ഹസൻ മുസ്ലിയാർ പൂർണ്ണ ഭാഗ്യവാനായിരുന്നു. അറിവിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക എന്നത് വിദ്യയോടുള്ള പ്രതിബദ്ധതയുടെ അടിസ്ഥാന ഭാവമാണ്. ഇൽമിനനുസൃതമായ ഇബാദത്തിലും ശൈഖുന കണിശത പുലർത്തിയിരുന്നു. ചെയ്യുന്ന കർമ്മങ്ങൾ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ ചെയ്തു തീർക്കണമെന്ന നിർബന്ധബുദ്ധി കാണിച്ചിരുന്നു. സുന്നത്തായ കർമ്മങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിനും അത് നേർച്ചയാക്കി നിർവഹിക്കുകയായിരുന്നു. നേർച്ചയാക്കി നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നെ അത് നിർവഹിക്കാതിരിക്കില്ലല്ലോ. ഉപ്പയുടെ ഇബാദത്തിന്റെ കണിശതയെക്കുറിച്ച് പുത്രൻ മുഹമ്മദ് കോയ സഖാഫി അനുഭവത്തിൽ നിന്നും എടുത്തുദ്ധരിക്കുന്നു. ദുന്യവിയാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ആദർശത്തിൽ ഇളവ് ചെയ്യുന്ന സ്വഭാവക്കാരനായിരുന്നില്ല പിതാവ്. പക്ഷേ അതിലുപരി ആരാധനപരമാകുന്ന വിഷയങ്ങളിലും 100% ഉപ്പ കണിശ സ്വഭാവം പുലർത്തിയിരുന്ന ആളായിരുന്നു. ഫർള് നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ സുന്നത്ത്, റവാത്തിബ് സുന്നത്തുകൾ, ളുഹ, തഹജ്ജുദ് പോലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അനുഗ്രഹീത പ്രഭാഷകനും പ്രസിദ്ധ പണ്ഡിതനുമായ വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവി ശൈഖുനായുമായി വളരെ ഭക്തിനിർഭരമായ സ്നേഹബന്ധം നിലനിർത്തിയ പ്രമുഖനാണ്. അതിന്റെ കാരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ആ മനുഷ്യന്റെ ഖുലാസും അദ്ദേഹത്തിന്റെ ഇൽമു എന്ന് പറയുന്നത് അൽഇൽമു അസാസുൽ അഅമാലി വഇമാമുഹ വമുസഹിഹുഹ ഫകമാ അന്നഹു ലാ ഫായിദത ലിൽഇൽമി വലാ അമലി, അതല്ലേ തത്വം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൽമുണ്ടായിട്ടൊരു കാര്യമൊന്നുമില്ല. ആ ഇൽമ് എന്താ പറഞ്ഞു അതനുസരിച്ച് അമൽ ചെയ്യുന്ന മുഖ്ലിസായ ഒരു മനുഷ്യൻ, സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സ്വന്തം താല്പര്യത്തെ ചിന്തിക്കാത്തൊരു മനുഷ്യൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ മൂപ്പരോട് അത്രയും ബഹുമാനം എനിക്ക് തോന്നിയത്. നാട്ടിൽ വരുന്ന സന്ദർഭങ്ങളിൽ പറമ്പിൽ മക്ബറയിൽ അന്തിയുറങ്ങുന്ന ഷഹീദ് തങ്ങളെയും മാതാപിതാക്കളെയും സിയാറത്ത് ചെയ്യുക പതിവാണ്. പക്ഷേ സിയാറത്തിന്റെ ആദാബുകളൊക്കെ പരിഗണിക്കാൻ കഴിയുമെങ്കിൽ മാത്രമാണ് സിയാറത്ത് ചെയ്യാറുള്ളതെന്ന് സഹോദരപുത്രൻ ഹുസൈൻ മുസ്ലിയാർ ഓർക്കുന്നു. ഉമ്മനെയും ബാപ്പനെ പറമ്പ് പള്ളിയിലെ ഷഹീദ് തങ്ങളെയും സിയാറത്ത് ചെയ്യുന്നതിന് അണാപ്പക്ക് പ്രത്യേകം ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇതിലെ തിരക്കിൻ്റെ ഇടക്ക് യാസീനും
അതിനോട് ബന്ധപ്പെട്ട സൂറത്തുകളും ഓതാൻ സമയം ഇല്ലാത്തൊരവസരമാണെങ്കിൽ സിയാറത്തിന് പോവുകയില്ല. സമയം യാസീനും അതിനോട് ബന്ധപ്പെട്ട സൂറത്തുകളും ഒക്കെ ദുആ ചെയ്യാനും സമയം നല്ലോണം ഉള്ള സമയത്ത് മാത്രമേ ആ അദബിനെ മാനിച്ചും കൊണ്ട് സിയാറത്തിന് പോകാറുണ്ടായിരുള്ളൂ. ബിദഅത്തുകൾ പ്രത്യക്ഷപ്പെട്ടാൽ പണ്ഡിതൻ അടങ്ങിയിരുന്നുകൂടാ. അത് ശാപഹേതുകമാണ്. യഥാർത്ഥ വിജ്ഞാനത്തിന്റെ ചൈതന്യം സ്വീകരിക്കാനായ ഒരാൾക്ക് ബിദഅത്തുമായി സന്ധിയാവാനാകില്ല. ബിദഈ പ്രവണതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തോട് രാജിയാവാനും സാധിക്കില്ല. അങ്ങനെ സുന്നത്ത് ജമാഅത്തിനെതിരായ കക്ഷികൾ അവരുടെ ചരക്ക് ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് കണ്ടാൽ അവിടെ ഓടിയെത്തി അതിനെ തടയാനുള്ള എല്ലാ ഉത്സാഹങ്ങളും കഴിവുകളും കാണിച്ചിരുന്നു എന്നതാണ് ഇതിൽ പ്രധാനമായി ഉള്ളത്. ബിദഅത്തുകാരുടെ അരങ്ങേറ്റത്തെക്കുറിച്ച് അറിയുകയേ വേണ്ടൂ. ഹസൻ മുസ്ലിയാർ അവിടെ ഓടിയെത്തും. വഹാബികൾ നടുക്കത്തോടെ മാത്രമോർക്കുന്ന സംഭവമാണ് വെള്ളിയഞ്ചേരിയിലുണ്ടായത്. ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ പ്രഭാഷണം കലക്കാൻ രംഗത്തെത്തിയ മൗലവിമാരെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ ഒരു ദിവസം മുഴുവൻ കുരുക്കിയിട്ട് വിയർപ്പിച്ച രംഗമായിരുന്നു അത്. സംഭവം കേട്ടറിഞ്ഞ ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ അവിടെ ഓടിയെത്തിയ രംഗം ശൈഖുന കാന്തപുരം ഉസ്താദ് അനുസ്മരിക്കുന്നു. അതിൽ മുസ്ലിയാരുടെ മഹത്വം കണ്ടത് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എവിടുന്നും വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ മൂപ്പരെവിടുന്നോ കേട്ട് ആ കേട്ടതനുസരിച്ച് ഓടിയെത്തുകയാണ്. അക്കാലത്താണെങ്കിൽ കാറോ ഒന്നുമില്ല, ഒക്കെ ബസ്സിന് കയറി തന്നെ വരണമല്ലോ. അങ്ങനെ ബസ്സിൽ കയറി 2, 3, 4 ബസ്സിൽ കയറി മറിഞ്ഞ് അവസാനം അവിടെ ഓടിയെത്തി. ഖണ്ഡന പ്രഭാഷണ രംഗത്ത് ധീരമായ പല നിലപാടുകളുമായി കേരളത്തിലെ സുന്നി വിശ്വാസികളെ തൊട്ടുണർത്തിയതിൽ ശൈഖുനായുടെ പങ്ക് എന്ത്, എങ്ങനെ എന്ന് അന്വേഷണ കൗതുകത്തിന്റെ ആൾരൂപമായ ശൈഖുന പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അനുസ്മരിക്കുന്നു. ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ് വനഫഅനാ ബിഹി ആമീൻ മഹാൻ അവറുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാക്കാണ് ഓർമ്മയിൽ വരുന്നത്. ഹദീസ് പണ്ഡിതന്മാർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ് അവരെ ഉണർത്തിയത് എന്ന് പറയും പോലെ സമൂഹത്തിലെ ഏറ്റവും മഹാഭൂരിപക്ഷം വരുന്ന സുന്നികൾ ഒരു സമയത്ത് ഉറക്കത്തിലായിരുന്നു. ആ ഉറക്കിൽ നിന്ന് അവരെ തട്ടി ഉണർത്തി അവർക്ക് ഇന്ന് കാണുന്ന ആവേശവും ഉന്മേഷവും ഉണ്ടാക്കിക്കൊടുത്തത് പ്രധാനമായും ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ അവറുകളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് അവർ കൊടുക്കുന്ന മറുപടി പിന്നെ അതിൻ്റെ അപ്പുറം രണ്ടാമതും ചോദിക്കാൻ വഴിയില്ലാത്ത വിധമുള്ള മറുപടിയായിരിക്കും. കുത്തുബ പരിഭാഷയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കോടതിയിൽ ഹാജരായ മുജാഹിദ് വിഭാഗം വക്കീലിനെ ശൈഖുന